ഉള്ളു. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയില്ലേ? ഓക്കെ, ഇൻഷാഅല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പൊ നമ്മള് ക്ലാസിന്റെ തുടക്കത്തിൽ കുറച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നല്ലോ. മാഷാ അല്ലാഹ്, നല്ല വിജ്ഞാനപ്രദമായ ചർച്ചകൾ എപ്പോഴും നമുക്ക് ഹൈറേ നൽകും അല്ലെ? അപ്പൊ പിന്നെ നമുക്ക് ശരിക്കും എല്ലാ കാര്യങ്ങളിലെയും രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയും അല്ലെ? പോസിറ്റീവും നെഗറ്റീവും എല്ലാത്തിലും ഉണ്ടാവും. രാവും പകലും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ. നമുക്ക് അല്ലാഹു തആല തരുന്ന അനുഗ്രഹങ്ങൾ അതെല്ലാം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് അത് വരും. അപ്പൊ നമ്മള് എന്താക്കാന്ന് വെച്ചാല് എല്ലാ കാര്യങ്ങളും പരമാവധി പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പം നമുക്ക് ഈ ക്ലാസ്സുകളുടെ അതിപ്രസരം എന്ന് തന്നെ വേണമെങ്കിൽ എല്ലാവർക്കും പറയാം. കാരണം അത്രയും ഉണ്ട്. പക്ഷെ നമുക്ക് എത്ര കേട്ടിട്ടും അത് കൂടുതലായി പോയി എന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ മടുപ്പ് തോന്നുന്നില്ല അല്ലെ? അതിന് എന്താ ദിവസം ക്ലാസ് കേൾക്കണ്ടേ, മതി കേൾക്കണ്ട എന്നൊന്നും നമുക്ക് തോന്നുന്നില്ല അല്ലെ? എന്തുകൊണ്ടാണ്? അൽഹംദുലില്ലാ, നമുക്ക് അതിനെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അത് റബ്ബിന്റെ വലിയ തൗഫീഖാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും കഴിയൂല അല്ലെ? ഇപ്പൊ ഖുർആൻ, ചില ആൾക്കാർക്ക് ഖുർആനൊന്നും കേൾക്കാനേ കഴിയൂല, ഓതാനും കഴിയൂല, പഠിക്കാനും കഴിയൂല, ഒന്നും കഴിയൂല. അതെന്താ? അള്ളാന്റെ തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. നേരെ മറിച്ച് ചില ആൾക്കാർക്കോ എത്ര ഓതിയാലും പറയുന്നത് നമുക്ക് എന്തെങ്കിലും വർത്തനം പറഞ്ഞെങ്കിലും പറയുന്നത് എന്താ? അള്ളാന്റെ കലാമല്ലേ പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 വർത്താനം പറയൂലേ, ഹദീസ് പറയും, ആയത്ത് പറയും. അല്ലാണ്ട് നമ്മൾ വേറെ എന്താ സ്വന്തമായിട്ടുള്ള ഒന്നും നമ്മൾ പുതുതായി കൊണ്ടിട്ടൊന്നും പറയുന്നില്ല അല്ലെ? അപ്പൊ അത് നമുക്ക് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം അൽഹംദുലില്ലാ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമുക്ക് അതിന് സാധിക്കുന്നത്. സ്വീകരിക്കട്ടെ. ആമീൻ. അതുപോലെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കാണാനിടയാ. അപ്പം അതില് പറഞ്ഞെന്ന് വെച്ചാല് അവസാന നാളാകുമ്പോ എല്ലാ അമലും വർദ്ധിക്കും, പക്ഷെ ഒരു അമല് കുറഞ്ഞു പോകുന്നു. അപ്പം അതിൽ പറഞ്ഞിട്ട് സദക്ക എല്ലാം ധാരാളം ആൾക്കാർ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യും. ഹജ്ജ് ഉംറയെല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യും. ശരി തന്നെയാണ് അല്ലെ? അതിനൊക്കെ ഒരു കുറവുമില്ല. ആൾക്കാർ ഉംറക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോ പോയി വന്ന് അല്ലെ, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറയുന്നത് ഒരു ഇബാദത്താന്ന് പറഞ്ഞത് ഖുർആൻ പാരായണാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും ഒന്നിച്ചാണ് അത് കേൾക്കുന്നുണ്ടായത്. അപ്പൊ ഓർ ചിരിക്കുന്നുണ്ട്. പറഞ്ഞാല് ഒരു പൊതുവെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഓറ് കാണുന്നുണ്ടോ പറയുന്നോന്ന് അറിയില്ല. സ്ത്രീകൾ ഇപ്പൊ നമ്മളിങ്ങനെ ക്ലാസ് കാര്യങ്ങള്, ഖുർആൻ പഠനം, ഹിഫ്ള് ഇതെല്ലാം ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ഒരുപാട് ചെയ്യുന്നുണ്ട് അല്ലെ? മാഷാ അല്ലാഹ്. ഈ വിഷയത്തിൽ സ്ത്രീകൾ മുൻപിലാണ്. ഖുർആൻ പാരായണത്തിന്റെയും പഠനത്തിന്റെയും വിഷയത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ പൊതുവെ കുറച്ച് മുൻപന്തിയിൽ തന്നെയാണ്. പക്ഷെ പുരുഷന്മാർ കുറച്ച് ബാക്കോട്ടാണ്. ഇപ്പം ഞാൻ തന്നെ ഓരോട് ഇങ്ങനെ പറയും, നിങ്ങള് മഗ്‌രിബിന് ശേഷം അബാർക്ക് ഓത്, സുബഹിക്ക് ശേഷം കുറച്ച് ഓത് എന്നല്ലേ ഞാനിങ്ങനെ പറയൂ ആന്ന് പറയൂ. പക്ഷെ ഇങ്ങനെ ആളുടെ സൂറത്തിൽ ഓതുന്നുണ്ട്. മുസാഫ് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് ഓതാന്നുള്ള ഒരു സമ്പ്രദായം കുറവാണ്, ഭയങ്കര കുറവ്. പള്ളിയിലെല്ലാം പോയാൽ പള്ളിയിലെല്ലാം ചിലപ്പോ നിസ്കാരം കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഓതുന്നുണ്ട്. പക്ഷെ ചിലപ്പോ അവർക്കായിരിക്കും നമ്മളിങ്ങനെ 1000 10,000 ഓതുന്നെങ്കിലും അതിനെക്കാട്ടിലും പ്രതിഫലം ചിലപ്പോ അവര് നേടുന്നുണ്ടാകാം, അള്ളാഹു ആലം. പക്ഷെ ആ ഒരു ക്ലാസ് പറഞ്ഞ ആ ഒരു കാര്യം ശരിക്കും ഭയങ്കര കറക്റ്റാന്ന് എനിക്ക് തോന്നി. കാരണം പൊതുവെ അല്ലെ, ഇപ്പം എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഒരു വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെ ആയിരിക്കും
ചില അപൂർവമായിട്ടുള്ള നല്ല മുത്തഖീങ്ങളായ നല്ല അള്ളാഹുവിന്റെ അടിയാറുകളായ നല്ല എന്താ പറയാ ഖുർആനുമായി ബന്ധപ്പെട്ട നല്ല പുരുഷന്മാരും ഉണ്ടാവും മാഷാ അള്ളാഹ്. അവർ ഓതുന്നുണ്ടാവുമായിരിക്കും. അല്ലാണ്ട് ഈ ജോലി ബിസിനസ് കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഓടുന്ന ആൾക്ക് ഇവിടെ ഇരുന്ന് ഓതുന്ന സമയം കിട്ടുന്നുണ്ടാകാം. വെള്ളിയാഴ്ച ചിലപ്പോ സൂറത്തുൽ കഹ്ഫ് ഓതുന്നുണ്ടാവും. അതും ചിലപ്പോ ഫുള്ള് ഓതുന്നുണ്ടാവില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഓരോ ഭാര്യമാർക്കും ഒരു ടാസ്ക് കൊടുത്താലോ, പിന്നെ ഭർത്താക്കന്മാരെ ഖുർആൻ ഓദിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം ഒരു സൂറത്തുൽ മുൽക്ക് നിർബന്ധമായിട്ട് ഓദിപ്പിക്കുക, പിന്നെ കുറച്ച് സൂറത്തുൽ ബഖറയിൽ ഒരു 2 പേജ് വെച്ച്. ഇപ്പം നിങ്ങൾക്കെല്ലാം ഓരോ ടാസ്ക് ഇങ്ങനെ തന്നിട്ട് എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഭർത്താക്കന്മാർക്ക് ഒരു ടാസ്ക് കൊടുത്താലോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. ഇൻഷാ അള്ളാ. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ആദ്യം തുടങ്ങണം എല്ലാ കാര്യങ്ങളും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് പറയാനേ കഴിയൂല ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ കൂടുതൽ അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനും നമുക്ക് കഴിയൂല. എന്നാലും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. അപ്പൊ പിന്നെ അന്നേരം ഞാനിങ്ങനെ എന്റെ ഹസ്ബൻഡ് എന്താ പറയുന്നത് അറിയോ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ ഖുർആൻ ഓതിയവനെ പോലെയാണ്. ഞാൻ പരമാവധി ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ ഓതിയ കൂലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കറക്റ്റാണ് മാഷാ അല്ലാഹ്, പറഞ്ഞ കറക്റ്റാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് അല്ലെ. പിന്നെ സൂറത്ത് ഇഖ്ലാസ് ഓതിയാല് ഖുർആനിന്റെ 1/3 തുല്യമായ പ്രതിഫലമാണ്. അതെല്ലാ നിസ്കാരത്തിന് ശേഷവും 1 വട്ടവും 3 വട്ടവും എല്ലാം ഓതുന്നുണ്ട് മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ നല്ല നിയ്യത്തോടു കൂടി ചിലപ്പോ ചെറിയ സൂറത്തുകളെല്ലാം അവർ ഓതുന്നുണ്ടാവില്ലേ, വഴി ഡ്രൈവ് ചെയ്യുമ്പോഴും അങ്ങനെല്ലാം ഓതുന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മളെക്കാട്ടിയും കൂലി അവര് വാങ്ങുന്നുണ്ടാവും മാഷാ അല്ലാഹ്. എന്തായാലും അവർക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹ് പ്രതിഫലം നൽകട്ടെ അല്ലെ. എല്ലാരും ഒന്നിച്ച് കുടുംബത്തോടെ ആ സ്വർഗത്തിൽ ഒന്നിച്ച് കാണണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് അല്ലെ. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ നമ്മളെ ഇവിടെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് തരുന്ന നൗഷാദ്ക്കാരോട് ഞാൻ പറഞ്ഞു, ഞാൻ അധികം നിസ്കാരത്തിന്റെ കാര്യം അത് ഇങ്ങനത്തെ എന്തെങ്കിലും നല്ല കാര്യങ്ങളെല്ലാം പറയും. അവരോട് പറയുമ്പോ ഓരോ പറയും പിന്നെ അവരിങ്ങനെ ഓരോ ഉപദേശം, ഞാൻ ഉപദേശിക്കുന്ന പോലെ പ്രായമുള്ള ആളാണ്. എന്നാലും ഞാൻ നമുക്ക് പറയാൻ കഴിയുന്ന ആൾക്കാരോട് എനിക്ക് പറയാലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പറയുമ്പോ അവരോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിലുണ്ടാവണം എല്ലാ ആഗ്രഹം ഉണ്ടാവും കൊണ്ട് പറയും, വേറെ ഒന്നും വിചാരിച്ചേക്കല്ല കേട്ടാ. നിസ്കാരത്തിന്റെ കാര്യമായാലും ഒരു വലിയ ആളായിട്ട് ഉപദേശിക്കുന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ വലിയ നല്ല ആളായോണ്ട് പറയുന്നല്ല, എന്നാലും ഞാൻ പറയുന്ന നല്ല ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും പിന്നെ നന്മയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടും. മാത്രല്ല നാളെ സ്വർഗത്തിലെത്തിയാൽ നമുക്ക് അല്ലെ നമ്മളെ ചുറ്റിലുള്ള കൂടെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം, ഞാനിപ്പോ വലിയ സ്വർഗത്തിലെത്തുന്ന അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, എന്നാലും നല്ലൊരു ആഗ്രഹം അല്ലെ, നമ്മളും നമ്മളെ കൂടെയുള്ളവരും നമുക്ക് ഹെൽപ്പിന് വരുന്ന ആൾക്കാരായാലും അയൽവക്കത്തുള്ള ആളായാലും അല്ലെ എല്ലാരും സ്വർഗത്തിൽ കാണണം മുട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം പറയുന്നതാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞ ശരി ഞാൻ ഈ പറഞ്ഞത് അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പം അങ്ങനെ ആഗ്രഹിക്കല്ലേ നമ്മളും നമ്മുടെ കൂടെയുള്ള ആൾക്കാരും എല്ലാരും അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടിയിട്ട് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ഉന്നതമായ ആ ജന്നാത്തുൽ ഫിർദൗസിൽ എത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമ്മള് ഇന്ന് വിഷയം എന്താ, വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ ഈ ഇൽമിന്റെ സദസ്സ് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്നത് ശരിക്കും അള്ളാഹ് വലിയ അനുഗ്രഹം. കാരണം റഹ്മാനായ റബ്ബിനെ ദിക്ർ ചെയ്യാൻ നമുക്ക് ഈ ഭൂമിയിൽ ഒരു സമയമായിട്ട് നമുക്കിങ്ങനെ ഒന്നിച്ചിരിക്കാനൊക്കെ ഒരു അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ ആ സമയം എന്നുള്ളത് അള്ളാഹിന്റെ അടുത്ത് നമുക്ക് സേഫ് ആണ്. അള്ളാഹിന്റെ അടുത്ത് നമുക്ക് എന്താ അത് പിന്നെ എതിരായിട്ട് നമുക്ക് സാക്ഷി പറയൂല, നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുന്ന ഒരു സമയമാണല്ലേ. കാരണം ഈ സമയത്ത് നമ്മൾ പറയുന്നതെല്ലാം ഖുർആനും ഹദീസും ബേസ് ചെയ്തിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ആ ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാത്ത ഒരു സദസ്സ് ഉണ്ടാവില്ല അല്ലെ. അവിടെ നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാല് ഒരു നബിന്റെ പേര് കേൾക്കുമ്പോ നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാല് അതന്നെ മതി അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താ പറയാ ആ ഒരു നമ്മളൊരു പേര് അല്ലെ നബിയുടെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് പറഞ്ഞിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വലാത്ത് അല്ലെ, അള്ളാഹുവിന്റെയും മലക്കുകളുടെയും എല്ലാ പ്രാർത്ഥനയും കിട്ടിയെന്ന് ആ ഒരു സ്വലാത്ത് നമ്മൾ ചെല്ലുമ്പോൾ പോലും അത്രയും നിസ്സാരമായ ഒരു കാര്യം പോലും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈ സദസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു നേട്ടമല്ലേ. പിന്നെ അത് മാത്രല്ല നമുക്കറിയാം നേരത്തെ നമ്മള് പിന്നെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതായത് പിന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥന, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുന്നു പറഞ്ഞ കാര്യം. പിന്നെ
അതുപോലെ എന്താ പറയാ, സമാധാനം അല്ലെ, അള്ളാഹുവിങ്കൽ നിന്നുള്ള സക്കീനത്ത്, സമാധാനം ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. തിന്മകളെല്ലാം നന്മകളാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ കൊച്ചു സംഘത്തിൽ വെച്ച് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിക്കുമ്പോൾ വലിയ സംഘത്തിൽ വെച്ച് അള്ളാഹു നമ്മളെ ഓർമ്മിക്കും എന്ന് പറയുന്നത് അല്ലെ. അതിൽ വലിയ കാര്യമല്ലേ. നിങ്ങൾ അതിൽ ചിന്തിക്കാറുണ്ട്, ഈ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ ആദരവും മാന്യതയും ബഹുമാനവും ഒക്കെ കൊടുത്തിട്ട് തന്നെ ഇവിടെ ഇരിക്കാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ പരിശ്രമിക്കാം കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ നമ്മള് റജബ് മാസം പകുതിയായി കഴിഞ്ഞു അല്ലെ. സുബ്ഹാനല്ലാഹ്, അത്ര പെട്ടെന്ന് റജബ് വന്നു എന്ന് പറയുന്നത് കേട്ട് പകുതിയായി. ഇനി ഷാബാനെത്തും റമളാനെത്തും. അപ്പം ആരോഗ്യപരമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നേരത്തെ തുടക്കത്തിൽ ഒരു സഹോദരി പറഞ്ഞു, മൂത്രക്കടച്ചിൽ ആ ഒരു പ്രയാസം ഉണ്ടെന്ന്. അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. ആമീൻ. ശാരീരികമായി അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളവർ ഇപ്പോഴേ, അതായത് റജബിലും ഷാബാനിലൊക്കെ നോമ്പൊക്കെ എടുക്കുന്നത് നല്ലത്. ഷാബാന് ധാരാളമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾ എടുത്തോ. നല്ല ആരോഗ്യവാന്മാരാണ് നിങ്ങളൊക്കെ എങ്കിൽ നോമ്പ് എടുക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ നോമ്പ് എടുത്തോ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആരോഗ്യപരമായിട്ട് പ്രയാസങ്ങൾ ഉള്ളവരെന്താക്കാന്ന് വെച്ചാല് കുറച്ച് ആരോഗ്യം എന്തായാലും ശ്രദ്ധിക്കണം. കാരണം നമുക്ക് സുന്നത്ത് നോമ്പുകൾ എടുത്തിട്ട് നമ്മളെ ബോഡി വീക്കായിട്ട് ഫർള് നോമ്പ് ആകുമ്പോഴേക്കും നമ്മൾ ടയർഡ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മള് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ആരോഗ്യം എന്തായാലും ശ്രദ്ധിക്കണം. അപ്പം പിന്നെ പറ്റുമെങ്കിൽ മധുരത്തിന്റെ കാര്യത്തിൽ ഒരു നല്ല ശ്രദ്ധ എല്ലാവരും കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. കാരണം മധുരത്തിന്റെ എല്ലാവരും പറയുന്നുണ്ട് അല്ലെ, അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാ പറയുന്നത്. വളരെ പിന്നെ അത്യാവശ്യമായി തോന്നുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന മധുരം എല്ലാം ഒഴിവാക്കാം. അങ്ങനെ മധുരം, പിന്നെ മൈദ, അതുപോലെ അരിഭക്ഷണം എല്ലാം പരമാവധി കുറക്കുക. നമ്മളെ നല്ല ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ അത് ശരിക്കും തന്നെയാണ് കേട്ടോ. അല്ലാതെ തടി കുറക്കാൻ വേണ്ടിയിട്ടല്ല, ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് ഇബാദത്ത് ചെയ്യാൻ നല്ല ഉന്മേഷം ഉഷാറുണ്ടാവും. എനിക്ക് തന്നെ മധുരം നല്ലപോലെ കുറച്ചപ്പോ നമ്മളെ ബോഡിയിൽ ഇങ്ങനെ വേദനകൾ ഉണ്ടാവൂലേ, നടുവേദന, കാലുവേദന, ഇങ്ങനെ ഭയങ്കര വേദനകൾ ഉണ്ടാവൂലേ ഓരോ ഭാഗത്ത്, അതെല്ലാം മാറി. സത്യം പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ശരിക്കും നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് നമ്മളെ ഇബാദത്തുകളിൽ നല്ല ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവര് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഫർള് നോമ്പ് എടുക്കാൻ നമ്മുടെ ശരീരം നല്ല ഫിറ്റ് ആക്കി കൊണ്ടുവരാം. ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ പിടിച്ചോ, പിന്നെ നോമ്പ് പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമുക്ക് ദുആ ചെയ്യാം എല്ലാവർക്കും, ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും എല്ലാ നിലക്കും അല്ലാഹു തആല നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ റമളാനിനെ വരവേൽക്കാൻ അള്ളാഹു എല്ലാവർക്കും നല്ല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തിന് ചോദിക്കാൻ അള്ളാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാ 5 നേരത്തെ ബാങ്കിന് ശേഷം ആഫിയത്ത് ചോദിക്കുക. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളില്ലല്ലോ, അതിൽ ആഫിയത്തിന് ചോദിക്കാൻ പറയുന്നത് അല്ലെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ അല്ലെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയ വ അഹ്ലി വ മാലി അല്ലാഹുമ്മ അസ്തിർ ഔറാത്തി വ ആമിൻ റവആത്തി اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي واعوذ بعظمتك ان اغتال من تحتي ومن فوقي വിട്ടുപോയി. അപ്പൊ ശരിക്കും നല്ല പ്രാർത്ഥനയാണ് ഇത്. നമ്മള് മനസ്സറിഞ്ഞ് ചൊല്ലണം. അറിയാത്തവര് പ്രാർത്ഥനയുടെ പുസ്തകം നോക്കി പ്രാർത്ഥിക്കുക. ഇനി നമ്മള് ദുആന്റെ ഗ്രൂപ്പിൽ എപ്പോഴും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിലൊക്കെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ദുആ വരുന്നുണ്ട്. അർത്ഥസഹിതം കൊടുക്കുന്നുണ്ട്, അല്ലാതെയും കൊടുക്കുന്നുണ്ട്. എല്ലാവരും അർത്ഥമൊക്കെ അറിഞ്ഞ് തന്നെ നമ്മൾ ആവശ്യക്കാരാണെന്നുള്ള നിലക്ക് നമുക്ക് അള്ളാഹു നൽകിയ ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗപ്പെടുത്താം കേട്ടോ. ആഫിയത്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അത് അത്ര അത്യാവശ്യമായതുകൊണ്ടല്ലേ. ആ 5 നേരല്ലേ ബാങ്കിന് ശേഷമുള്ള സമയത്ത് എന്താ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ആഫിയത്ത് ചോദിച്ചു എന്ന് പറഞ്ഞത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ആഫിയത്തിന് ചോദിക്കാൻ മറക്കരുത് കേട്ടാ. ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ എല്ലാവരെയും. അൽഹംദുലില്ലാ, കുറെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ റമളാനിലേക്കുള്ള ഒരുക്കം എന്ന് പറയുമ്പോൾ ഇബാദത്തുകൾ കൊണ്ടുള്ള ഒരുക്കമുണ്ട്. ഈ പറഞ്ഞ പോലെ ശരീരം, മനസ്സ്, വീട് അല്ലെ, പരിസരം എല്ലാം നമുക്ക് എന്താക്കാം, വൃത്തിയാക്കി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ നിലക്കും നല്ല ഈമാനുള്ള നല്ല മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഞാൻ ഇന്ന് നിങ്ങളടുത്ത്
ക്യാപ്ഷൻ ഇട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. പിന്നെ ഏറെ സ്നേഹിക്കുന്ന പൊറുക്കുന്ന റബ്ബ്, നമ്മളെ റബ്ബിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സുബ്ഹാനല്ലാ. ഞാൻ അവിടെ ഇട്ട ആയത്ത് സൂറത്തു നജ്മിലെ ആയത്താണ്. സൂറത്തു നജ്മിലെ സൂറത്തു നജ്മിലെ 32-ാമത്തെ ആയത്ത്. ആണെങ്കിൽ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ എടുത്തോ. പിന്നെ എന്നിട്ട് സൂറത്തു നജ്മ് എടുത്തിട്ട് ഈ 32-ാമത്തെ ആയത്ത് ഒന്ന് വെറുതെ നോക്കിക്കോ. സൂറത്തു നജ്മ് 32-ാമത്തെ ആയത്ത്. ഖുർആനില് 567-ാമത്തെ പേജ്. ഓക്കെ, അതിലെ ചെറിയ ഒരു വാക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ആയത്ത് മുഴുവനായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു തരാം. 32-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم وأعلم بمن اتقى. അതിന് മുമ്പുള്ള ആയത്ത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. സൂറത്ത് തന്നെ ശരിക്കും പറഞ്ഞാല് മുഴുവനായിട്ടും പറഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാന്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സാഹചര്യം അനുകൂലമായി വന്നാല് നമുക്കെല്ലാം പഠിക്കണം അല്ലെ. ഖുർആനിൽ എത്ര എത്ര സൂറത്തുകൾ, എത്ര എത്ര ആയത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്നും അറിയാതെ പോകല്ലേന്നില്ലേ. അള്ളാഹു മരിക്കുന്നതിലിടക്ക് ഖുർആൻ മുഴുവനും അർത്ഥസഹിതം മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കി പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പൊ സൂറത്തുൽ ബഖറ തന്നെ നമ്മൾ പഠിക്കുമ്പോ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ലേ. ശരിക്കും ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാല് സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ബഖറ പഠിക്കുമ്പോ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച്, അത് ഖുർആൻ 30 ജുസും അർത്ഥസഹിതം പഠിക്കുമ്പോ അല്ലെ എന്തായിരിക്കും. ഞാൻ അമാനി മൗലവിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ടേ. അതായത് ഞാനിങ്ങനെ എന്താ ചിന്തിക്കലെന്നറിയോ, അമാനി തഫ്സീർ മൂപ്പരിങ്ങനെ എഴുതി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ പണ്ടേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ആയത്ത് ഇങ്ങനെ പറയുമ്പോ അതുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന സൂറത്തില് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവർ ഏത് ആയത്തിന്റെ തഫ്സീറിക്കും ആദ്യം എഴുതി തുടങ്ങിയിട്ടുണ്ടാകുക. ഞാൻ ഇങ്ങനെ ആലോചിക്കാണ്. ബക്കറ ഫാത്തിഹ ബക്കറ ആണെങ്കിൽ ബക്കറയിൽ പറയുമ്പോ ബക്കറയിൽ തന്നെ ബക്കറന്റെ വിശദീകരണത്തിൽ കൊടുക്കുന്നുണ്ടാവും ഇന്ന സന്ദർഭത്തിൽ ഇന്ന വിശദീകരിച്ച ആ വിശദീകരണം നോക്കുക എന്നൊക്കെ. അപ്പൊ അത്രയും ആഴത്തില് ഈ ആയത്തുകള് അത്രയും പിന്നെ അവര് പഠിച്ചത് കൊണ്ടല്ലേ അവർക്ക് ഇന്ന സ്ഥലത്ത് ഇന്നതാ പറയുന്നത്, ഇന്ന സ്ഥലത്ത് ഇന്നതാ പറയുന്നതെന്ന് അറിയാൻ കഴിഞ്ഞതില്ലേ. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. അള്ളാഹു അവർക്ക് ഇങ്ങനെ ഒരു വലിയൊരു ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് മരണപ്പെടാൻ സാധിച്ച്, കാലാകാലം എന്ന് പറഞ്ഞ പോലെ ഇതിനെങ്ങനെ വായിക്കുകയും പഠിക്കുകയും ആൾക്കാരില്ലേ. അത് മൊബൈൽ ആപ്പായിട്ടും അല്ലാണ്ടും അമാനി തഫ്സീർ എന്ന് പറയുമ്പോ ആ അമാനി മൗലവി അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീനല്ലേ. അതെല്ലാം പോലെ നമുക്കെല്ലാം എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് ഈ ദുനിയാവുന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതാണെന്നല്ല ഇങ്ങനെ വെറുതെ ചിന്തിക്കും. സുബ്ഹാനല്ലാഹ്. അവര് അത്രയും ആ ഒരു പ്രായത്തില് ഇത്ര വിശദമായിട്ട് പരിശുദ്ധ ഖുർആനിനെ പരിഭാഷപ്പെടുത്തി എഴുതി അത് തഫ്സീറാക്കി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര മാത്രം അതിന് കഠിനമായ പരിശ്രമം നടത്തിയിട്ടുണ്ടാവൂലേ. അത് നമുക്കൊന്ന് വായിച്ചു തീർക്കാൻ അല്ലേ നമുക്ക് പറ്റുന്നുണ്ടാ. ചിലപ്പോ ഈ വ്യാഖ്യാനക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവേ ഓരോ ആയത്തിന്റെ വിശദീകരണം വായിച്ചാലും തീരൂല. കുറച്ച് വായിക്കുമ്പോ തന്നെ നമുക്ക് മതിയാവും അല്ലെ. നമുക്കല്ല, ഞാൻ എന്റെ കാര്യം പറയാ. പണ്ടെല്ലാം വായിക്കാൻ ഭയങ്കര ഇഷ്ടം, ഇപ്പൊ ഭയങ്കര മടി പോലെ. എന്നാലും ചിലപ്പോ ചില കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വായിക്കും. ഇപ്പൊ ഇതുപോലെ പഠിപ്പിച്ചു തരാന് ക്ലാസ് എടുക്കാനെല്ലാം അങ്ങനെല്ലാം വായിക്കും.
എന്നാലും പിന്നെ വായന ഭയങ്കര കുറവാ. എന്നാലും ഞാൻ വിചാരിക്കും അല്ലാ മാനി മൗലവി ഇത്രയും ഇതാക്കിയിട്ട് വിശദമായിട്ട് ഓരോ വിഷയങ്ങളും നമുക്കിങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ട് അതൊന്ന് വായിച്ചെടുക്കാനുള്ള ഒരു സമയം പോലും നമ്മളൊന്നും കണ്ടെത്തുന്നില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ. അല്ലെ, ഒരിക്കലെങ്കിലും ഈ പരിശുദ്ധ ഖുർആൻ ഈ തഫ്സീർ പൂർണ്ണമായിട്ടും അർത്ഥസഹിതം ഒന്ന് മനസ്സിലാക്കി വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയൂലേ. അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം ഈ നജ്മിലെ ആയത്തിലേക്ക് പിന്നെയും പോകാം. ഞാൻ ഇടക്കിടക്ക് വിഷയം തട്ടിപ്പോകുന്നുണ്ട് അല്ലെ. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഞാൻ ഒരു ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ അള്ളാഹു താല എന്താ പറയുന്നറിയോ? ആകാശങ്ങളിലുള്ളതാ ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. അത് നമുക്കറിയാം അല്ലെ. അപ്പം തിന്മ പ്രവർത്തിച്ചവർക്ക് അവർ ചെയ്തതനുസരിച്ച് പ്രതിഫലം നൽകുവാൻ വേണ്ടി അത്രേ അത്. നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുവാനും വേണ്ടിയും. അപ്പം നന്മയും തിന്മയും പ്രവർത്തിച്ചവർക്ക് അവർ ചെയ്തതിനനുസരിച്ച് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതെല്ലാം അള്ളാഹു താല സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹു താല പറയുന്നത് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്ം, അതായത് വൻ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളുകൾ. യജ്തനിബൂന എന്ന് പറഞ്ഞാല് വർജിക്കുന്ന ആളുകൾ, ഒഴിവാക്കുന്ന ആളുകൾ. കബായിറൽ ഇസ്മ് വലിയ പാപങ്ങളെ, വൽ ഫവാഹിഷ് നീചവൃത്തികളെയും, ഇല്ലല്ലമം നിസ്സാരമായതൊഴികെ നിസ്സാരമായതല്ലാത്ത എല്ലാ വൻപാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? വാസിഉൽ മഗ്ഫിറയാണ് അല്ലെ, വിശാലമായി പാപമോചനം നൽകുന്നവനാണ്. പാപമോചനം വിശാലമായവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. വലിയ പാപങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും വിട്ടകന്നു നിൽക്കുന്നവർക്ക്, നിസാരമായ തെറ്റുകൾ സംഭവിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള ഒരു അനുവാദമല്ല. അത് മനുഷ്യ സഹജമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ അള്ളാഹു തആല എന്താക്കും? പുറത്തു തരും. ഇപ്പൊ വൻ പാപങ്ങൾ ചെയ്താലും നീചവൃത്തികൾ ചെയ്താലും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും തൗബ ചെയ്യണം. നിർബന്ധമായിട്ടും തൗബ ചെയ്യൽ നിർബന്ധം. എന്നാൽ അതിനിടയിലുള്ള കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ അള്ളാഹു താല എന്താക്കി തരും? നമുക്ക് പുറത്ത് മാപ്പാക്കി തരും. അതാണ് എന്ത്? വാസിഉൽ മഗ്ഫിറ. സുബ്ഹാനല്ലാഹ് അല്ലെ. ശരിക്കും അള്ളാന്റെ കാരുണ്യം എന്ന് പറയുന്നത് അത്രയും വിശാലമാണ്. അതാ നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു താല പറഞ്ഞു തരുന്നത്. കാരണം അള്ളാഹു താല പറയുന്നത് എന്താ പറഞ്ഞറിയാം? ഹുവ, അവൻ അല്ലെ, ഹുവ അഅലമു ബിക്കും, ഹുവ അഅലമു, നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവനാണ് ആര്? അള്ളാഹ്ക്ക് നമ്മളെ അറിയാം അല്ലെ. നമുക്കില്ലേ ശരിക്കും നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെ അതാണ് അല്ലെ. അള്ളാഹ്ക്ക് നമ്മളെ അറിയാം, നമ്മളെ കൽബറിയാം, നമ്മൾ ചെയ്യുന്നതെല്ലാം അറിയുന്നത് അള്ളാഹ് മാത്രമേ. നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കുന്ന വിചാരങ്ങൾ പോലും അറിയുന്നവൻ അള്ളാഹു മാത്രം. അള്ളാഹുവിനെ അറിയൂ, അള്ളാഹുവിന് മാത്രമേ നമ്മളെ അറിയാനും കഴിയൂ, മനസ്സിലാക്കാനും കഴിയൂ അല്ലെ. വേറെ എത്ര നമ്മളെ കൂടെ കിടക്കുന്ന ആളാണ്, നമ്മൾ അത്രയും നന്നായിട്ട് സ്നേഹിക്കുന്ന ആളാണ് എന്ന് പറയുന്ന എത്ര ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിലും ആർക്കും അത്ര റബ്ബിനെ നമ്മളെ അറിയുന്ന പോലെ ഒരാൾക്കും നമ്മളെ അറിയാനും കഴിയൂല, മനസ്സിലാക്കാനും കഴിയൂല. സുബ്ഹാനല്ലാഹ്. ശരിക്കും അള്ളാഹ് തരുന്ന വലിയൊരു ആശ്വാസമല്ലേ ഇത്. പടച്ചോനെ നിരക്കാത്ത അല്ലെ, അള്ളാഹ് പറഞ്ഞതിനപ്പുറം നമ്മള് അതായത് ഒരു തെറ്റും ചെയ്യാണ്ട് ജീവിക്കുന്ന ഏതൊരാൾക്കും എന്താണ്? അള്ളാഹു വഹുവ മഅക്കും അല്ലെ, അവൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അള്ളാഹ് നമ്മളെ എല്ലാ നിലക്കും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന അല്ലെ, അള്ളാഹ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തുണ്ട? ഒരു ഭയം വേണ്ട, ഒരു പേടി വേണ്ട. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂന. അപ്പൊ അള്ളാഹു തആല പറയുന്നത് ഹുവ അഅലമു ബിക്കും, നിങ്ങളെ കുറിച്ച് നന്നായിട്ട് ഓൻക്ക് അറിയാം, ഏറ്റവും നന്നായിട്ട് അറിയാം. ഇത് അൻശഅകും മിനൽ അർള്, അതായത് നിങ്ങളെ ഭൂമിയിൽ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ, ഭൂമിയിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ ഉത്ഭവിപ്പിച്ചുണ്ടാക്കിയ സന്ദർഭത്തിൽ. വ ഇത് അൻതും, അതുപോലെ നിങ്ങളായിരിക്കുമ്പോൾ, എന്തായിരിക്കുമ്പോൾ? അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങൾ എന്താണ്? ഗർഭസ്ഥ ശിശുക്കൾ അല്ലെ, ഉമ്മമാരുടെ വയറുകളിൽ നിങ്ങൾ ഗർഭസ്ഥ ശിശുക്കളായിരിക്കുമ്പോഴും നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ സന്ദർഭത്തിലും എന്താണ്? നിങ്ങളെ പറ്റി അള്ളാഹ്ക്ക്
ഏറ്റവും നന്നായിട്ട് അറിയാം. ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ അവനാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ എന്താക്കരുത്, നിങ്ങളെ പറ്റി നിങ്ങൾ ആത്മപ്രശംസ നടത്താതിരിക്കുക. നമ്മൾ സ്വയം എന്താക്കണ്ട, ഒരു ഇത് അല്ലെ, സ്വയം പൊക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഒരിക്കലും വരാൻ പാടില്ല. റിയാ ഉണ്ടാകാൻ പാടില്ല. ഹുവ അഅലമു ബിമനിത്തഖാ, ഹുവ അഅലമു, അവനറിയാം എന്ത്, ആരാണ് സൂക്ഷ്മത പാലിക്കുന്നത്, അല്ലെ? അവന് ആരാണ് സൂക്ഷ്മത പാലിക്കുന്നത് എന്ന് നന്നായിട്ട് അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ വേണ്ടത്, അല്ലെ? ഏ നമ്മളുടെ സാഹചര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവൻ ആരാ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ, അല്ലെ? ഇപ്പൊ ഒരു സാഹചര്യത്തില് രണ്ടാൾക്കാരെ ഒരു സാഹചര്യത്തില് പുറമേന്ന് ഒരാൾ കാണുന്നു വിചാരിക്കാം, ഒരാണും ഒരു പെണ്ണും, അല്ലെ? ഒരു സാഹചര്യം, ആ സാഹചര്യത്തില് കാണുന്ന ആൾക്കാർ ആരും പറഞ്ഞാൽ ചിലപ്പോ എന്താക്കൂല, വിശ്വസിക്കൂല. തെറ്റായ ഒരു സാഹചര്യത്തിലാണ് കാണുന്നത്. പക്ഷെ അവിടെ ചിലപ്പോ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ. ഉം അവിടെ ആർക്കാ അറിയാം അവരെ കുറിച്ചിട്ട്? അള്ളാഹ്ക്ക് അറിയാം, അല്ലെ? സുബ്ഹാനല്ലാഹ്. മുമ്പ് പിന്നെ ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത്, പഠിക്കുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയത്ത് പിന്നെ നമ്മള് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിന് ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞ്, പിന്നെ ഇന്ന സിനിമാ തിയേറ്ററിന്റെ മുമ്പിൽ ഈ ഉസ്താദിനെ കണ്ടിരുന്നു. അപ്പൊ നിങ്ങളെ ഉസ്താദ് സിനിമക്കെല്ലാം പോക്കുണ്ട് എന്നുള്ള രീതിയിൽ എന്നോട് വന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു ചിലപ്പോ പോക്ക് ഉണ്ടാവായിരിക്കും, ഇല്ലായിരിക്കും, അത് നമ്മുടെ വിഷയമല്ല, അതെല്ലാം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ വലിയ ഉസ്താദായിട്ട് അങ്ങനെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരോട് ചോദിച്ചു, ആ സിനിമ തിയേറ്ററിന്റെ മുമ്പിലല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, തിയേറ്ററിന്റെ ഉള്ളിൽ സിനിമ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഇല്ല, പുറത്താന്നുണ്ടായിന്. ആടെ വേറെ എന്തിനാണ് പോകേണ്ട ആവശ്യം? ആടെ വേറെ ഒന്നുമില്ല, അതിനെന്നെ അങ്ങനെ ഒരു തർപ്പിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങള് അവരോട് ചോദിച്ചാ, നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇത് പറയാൻ പാടില്ല. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സാഹചര്യത്തിൽ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോടാ പറയണ്ടേ. അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കണം, എന്താ ഉസ്താദേ നിങ്ങൾ സിനിമക്കെല്ലാം പോയിനി, അങ്ങനെ പോകാൻ പാടോ എന്ന് അവരോട് ചോദിക്കി. അല്ലാണ്ട് പിന്നെ അവരങ്ങനെ കണ്ടിരുന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയല്ല വേണ്ടത്. നിങ്ങൾ അവരോട് ചോദിക്കി, പിന്നെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ പറ. പിന്നെ അത് തെറ്റല്ലേ, ആരെങ്കിലും കണ്ടാൽ അത് മോശമല്ലേ, ആരും കണ്ടാൽ മോശമല്ല, അല്ലെങ്കിലും അത് തെറ്റല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കും. അപ്പൊ ഓർ പറഞ്ഞില്ല, ഞാൻ പറയൂല. ഞാൻ പറഞ്ഞാൽ ഞാൻ ചോദിക്കൂന്ന് പറഞ്ഞേ. അപ്പൊ അല്ലേ ഞാനാ കണ്ടെന്ന് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തായാലും ഇത് ക്ലാരിഫിക്കേഷൻ ഞാൻ ചോദിക്കൂന്ന് പറഞ്ഞേ. ഞാന് പിന്നെ സത്യം പറഞ്ഞാല് അവരങ്ങനത്തെ ഒരാളായിരിക്കൂല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിന്. കാരണം നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പൊ പിന്നെ തെറ്റായ നിലക്ക് അങ്ങനെ, അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാല് എന്തോ വണ്ടി എന്തോ കംപ്ലൈന്റ് ആയിട്ട് വെച്ചോ, അവിടെ സ്റ്റോപ്പായി പോയിട്ട് കുടുങ്ങിപ്പോയതാ. സത്യമാവം നിരപരാധിയാണ് സത്യം പറഞ്ഞാല്. പക്ഷെ ആ സാഹചര്യത്തിൽ കണ്ടപ്പോ ശരിക്കും അവർക്ക് ഭയങ്കര വിഷമായി. പക്ഷെ ഇത് ഇപ്പോ അവരെന്നോട് പറഞ്ഞ്, ഞാൻ വേറെ ഒരാള് പറഞ്ഞ്, അവിടെ ഫിത്തനയല്ലേ ശരിക്കും ഉണ്ടാകുന്നത്, അല്ലെ? അപ്പൊ ഞാനിട്ട് അവരോട് ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞു, ഞാൻ ക്ലിയർ ആക്കി, ചോദിച്ചു, ഞാൻ ക്ലിയർ ആക്കി. സുബ്ഹാനല്ലാഹ്, നമ്മളെ മനസ്സിലായി, ഇത് ദൂരീകരിച്ച്, അല്ലെ? ശരിക്കും എന്തിനാണ് ഇങ്ങനെ, അല്ലെ? നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ സാഹചര്യം. പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട്, അവിടെ അതിന് അവിടെ ഇപ്പൊ ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലെ? സാഹചര്യം ചിലപ്പോ നമുക്ക് പ്രതികൂലമായിരിക്കും, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് അറിയും. സുബ്ഹാനല്ലാഹ്. സാഹചര്യങ്ങൾ നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് റബ്ബിന് മാത്രമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തെറ്റായ സാഹചര്യത്തിൽ ആരെങ്കിലും കാണാനോ അല്ലെങ്കിൽ ആരിൽ നിന്ന് എന്തെങ്കിലും തെറ്റായ രീതിയിൽ നമ്മൾ അറിയാനോ ഇടയായാൽ അവരോട് തന്നെ നേരിട്ട് പിന്നെ ചോദിക്കാനും ക്ലിയർ ആക്കാനും പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഹൈർ കേട്ടോ. അതിൽ ഒരുപാട് നന്മയുണ്ട്. നേരെ മറിച്ച് നമ്മൾ വേറെ ആൾക്കാരോട് പറയുമ്പോൾ അതൊരു എന്താണ്, ഒരു ഗീബത്തായിട്ട് മാറുന്ന ഒരു അവസ്ഥ വരും. നമുക്ക് നമ്മളെ അമലുകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പിന്നെ പറയാൻ പാടില്ല. അതേസമയം നമുക്കിപ്പം ഡയറക്റ്റ് ചോദിക്കാൻ പറ്റാത്ത ആളാണ്, എന്നാൽ അവരെ പിന്നെ ഉപദേശിച്ച് നേരാക്കാൻ പറ്റുന്ന, ചിലപ്പോൾ നമ്മൾ തെറ്റായ രീതിയിൽ തന്നെ ഒരാൾ കണ്ടെന്ന് വിചാരിക്കാം, എന്നാൽ പോലും നമ്മൾ എന്താക്കണ്ട, മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് അത് ഒരു വഷളാക്കുന്നതിനേക്കാളും നേരിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അവരോട് നമുക്ക് പറയാൻ അത്രയും പറ്റാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകളോട് അവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരോട് ഗുണദോഷിക്കാനോ എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് വേറൊരാളോട് പറയാം.
ഒരു ഫിത്ന എന്നുള്ള നിലക്കല്ല, നല്ലതാകണം, നന്മ വരണം, അവരുടെ ജീവിതത്തിൽ ഹൈർ വരണം എന്നുള്ള ഉദ്ദേശത്തോടെ നമുക്ക് ഒരാളെ പിന്നെ ഈ ഒരു കാര്യത്തിൽ സമീപിക്കുന്നതിൽ എന്തില്ല, തെറ്റില്ല. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതൊരു ഫിത്ന ആകാൻ പാടില്ല. പിന്നെ ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. നമ്മളോട് അള്ളാഹു കൽപ്പിച്ച മിക്ക കാര്യങ്ങളിലും നിങ്ങളുടെ പ്രകൃതി അനുസരിച്ചുള്ള ദുർബലതയും കഴിവുകേടും അവന് നന്നായി അറിയാം. അതാണ് അള്ളാഹു താല പറയുന്നത്. എന്ത് ഹുവ അലം, അല്ലെ? അവന് നന്നായിട്ട് അറിയാം. നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്. ഒരു സൃഷ്ടാവിന് തന്റെ സൃഷ്ടിയെ കുറിച്ച് അറിയുന്നത്ര വേറെ ആർക്കാ അറിയാൻ കഴിയാ, അല്ലെ? അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് എന്തുണ്ട്, പ്രകൃതിയാ ചിലപ്പോ നമുക്ക് കുറെ ദൗർബല്യങ്ങൾ ഉണ്ടാകാം, നമുക്ക് കഴിവുകേടുകൾ ഉണ്ടാകാം. അത് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം, അല്ലെ? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ തിന്മയിലേക്കുള്ള പ്രചോദനങ്ങളെ കുറിച്ച്, അല്ലെ, ആകർഷണീയതയെ കുറിച്ച് അതും ആർക്കറിയാം? അതും അള്ളാഹ്ക്കറിയാം. ദുനിയാവ് എന്ന് പറയുന്നത് നമ്മളെ തിന്മകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു വല്ലാത്തൊരു അതിപ്രസരമാണ്, അല്ലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുനിയവിയായ എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായ ഫിത്ന ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അതും ആർക്കറിയാം? റബ്ബിനറിയാം. ഇബ്ലീസ് എന്ന് പറയുന്ന നമ്മളെ ശത്രു, അല്ലെ? ഇന്നഹുലക്കും അതുവും മുബീൻ എന്ന് അള്ളാഹു താല പറഞ്ഞു തന്ന ആ ശത്രു നമ്മളെ പിഴപ്പിക്കാൻ, തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പിന്നാലെ ഉണ്ട്. ശരിക്കും നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദുനിയാവിന്റെ ആൾക്കാരായി പോകുന്നുണ്ട് പല കാര്യങ്ങളിലും. നമ്മൾ ദുനിയാവിന്റെ ആളുകള്, ജനങ്ങളുടെ ആളുകള്, സമൂഹത്തിന്റെ ആളുകള്, പ്രസ്ഥാനത്തിന്റെ ആളുകള് മാത്രമായിട്ട് മാറുന്നുണ്ട്. റബ്ബിന്റെ നമ്മൾ ശരിക്കും ആരാന്ന് അതിനെ നമ്മൾ മറന്നുപോയി, അല്ലേ? നമ്മൾ ശരിക്കും ആരാന്ന്? നമ്മൾ അള്ളാന്റെ അടിമകളാണ്, അല്ലെ? കേവലം നിസാരന്മാരായ അടിമകൾ മാത്രം അള്ളാന്റെ. പക്ഷെ നമ്മൾ ആരതെല്ലോ ആളായി മാറിയില്ലേ? നമ്മൾ അതിന്റെ ആള്, ഇതിന്റെ ആള്, മറ്റേതിന്റെ ആള്, മിഷ്കാത്തിന്റെ ആള്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളെപ്പോഴായോ ഓരോ ഓർമ്മ നമുക്ക് ഉണ്ടാവണം. നമ്മൾ അള്ളാന്റെ അടിമകളാണ്, റബ്ബിന്റെ അടിമകളാണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ് നമ്മൾ ഈ ദുനിയാവിൽ വന്നിട്ടുള്ളത്. അള്ളാഹു നമ്മളെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ എല്ലാവർക്കും. പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ നമ്മൾ പതറിപ്പോകൂലേ? ചിലപ്പോഴൊക്കെ നമ്മളെ ഈമാൻ ദുർബലമായി പോകൂലേ? ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് എന്നെ മെസ്സേജ് അയച്ചിന്, ചില സമയം നല്ല ഈമാൻ ഉണ്ടാവും, അന്നേരം എന്തെല്ലോ ചെയ്യാൻ തോന്നും, ചില സമയം തീരെ ഉണ്ടാവില്ല, അന്നേരം ഒന്നും ചെയ്യാൻ തോന്നും. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ അതുകൊണ്ടല്ലേ അള്ളാന്റെ റസൂൽ എല്ലാ ദിവസവും ഒരുപാട് തവണ ദുആ ചെയ്ത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലേ? അത്രയും നമുക്കത് ആവർത്തിച്ച് ആവർത്തിച്ച് ദുആ ചെയ്യാം. കാരണം ഹൃദയം എന്ന് പറയുന്നത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കൂലേ? രാവിലത്തെ മനസ്സേരിക്കൂല ഉച്ചക്ക്, ഉച്ചക്കത്തെ മനസ്സേരിക്കൂല വൈകുന്നേരം, വൈകുന്നേരത്തെ മനസ്സേരിക്കൂല രാത്രി, അല്ലെ? ശരിക്കും അങ്ങനെയല്ലേ? രാവിലെ എണീക്കുമ്പോൾ തന്നെ ചിലപ്പോ നല്ല ഈമാനോടെ ആയിരിക്കും എണീച്ചിട്ടുണ്ടാകാന്, നല്ല തഖ്വയോടെ തഹജ്ജുദെല്ലാം നിസ്കരിച്ച് ഖുർആനെല്ലാം ഓതി ദുആ ചെയ്ത് സുബഹി നിസ്കരിച്ച്, അല്ലെ, നല്ല റാഹത്തിലേക്കും. ഒരു ദിവസം അങ്ങനെ ഇരിക്കും, ചിലപ്പോ പിറ്റേ ദിവസം ഭയങ്കര അലസതയായിരിക്കും, എണീക്കാനേ തോന്നൂല, മടി, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എണീച്ച്, അല്ലെ, എങ്ങനെയെങ്കിലും രണ്ടു ഒന്ന് മൂന്ന് വിത്തറൽ നിസ്കരിച്ച് ഒപ്പിച്ച്, അങ്ങനത്തെ ദിവസം ഉണ്ടാവും ചിലപ്പോ. രാവിലെ നല്ല ഉഷാറെങ്കിൽ ഉച്ചയാകുമ്പത്തേക്ക് ചിലപ്പോ ലോ ആവും, ചിലപ്പോ വൈകുന്നേരം ആകുമ്പത്തേക്ക് പിന്നെയും ബൂസ്റ്റ് ആയി, അല്ലെ? അങ്ങനെ നമ്മളെ ഈമാൻ എന്താണ്, കുറഞ്ഞും കൂടിയിരിക്കും. ഈ അവസ്ഥകളൊക്കെ അറിയുന്നവനാണ് നമ്മളെ റബ്ബ്. അപ്പൊ ആ റബ്ബിനോട് നമ്മൾ എന്താക്കാ, ചോദിച്ചുകൊണ്ടേയിരിക്ക, അല്ലെ? സബാത്തിന് നമ്മൾ എപ്പോഴും ചോദിക്കണം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ട് 5 നേരത്തെ നിസ്കാരത്തിലും അല്ലാതെയും ഒക്കെ നമുക്ക് നിർബന്ധമായിട്ടും ഇത് പാരായണം ചെയ്യാൻ അള്ളാഹു നിശ്ചയിച്ച് തന്നത്. അത്രയും അത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് എന്ത് കാര്യവും പ്രതിരോധിക്കാനുള്ള കഴിവില്ലായ്മയും ദുർബലതയും ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഉള്ളതാണ്. നിങ്ങൾ ഗർഭപാത്രത്തിലായിരുന്നപ്പോഴും ഇപ്പോഴും അതുണ്ട് താനും. സുബ്ഹാനല്ലാഹ്. നമ്മളെ അള്ളാഹു താല ഭൂമിയിലേക്ക് അയച്ചപ്പോ തന്നെ, മാതാവിന്റെ ഗർഭാശയത്തിലുള്ളപ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഒരുപാട് ദുർബലതകളുണ്ട്, അല്ലെ? അതിപ്പോഴും ഉണ്ട്. അതാ പറയുന്നത്, അതാ അള്ളാഹു താല പറയുന്നത്, അല്ലെ? ശരിക്കും നിങ്ങൾ മാതാവിന്റെ ഗർഭാശയം എന്നെല്ലാം പറയുമ്പോ ചിന്തിക്കാറുണ്ട് എന്തെങ്കിലും? ഗർഭാശയത്തില് നമ്മളെ അള്ളാഹു താല സൃഷ്ടിക്കുമ്പോ അവിടെ
ഒരു അല്ലെ ആ ഇന്ദ്രിയത്തുള്ളി ഇങ്ങനെ പോയി 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 അത് മറ്റേ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ആ ബീജവുമായി സങ്കലിച്ച് ആ ഭ്രൂണമായി അങ്ങനെ മാറി മാറി വന്നിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ച ശരിക്കും ഇപ്പൊ നമ്മള് ഇതിലെല്ലാം കാണുന്നില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്. ഇല്ല ഇല്ല, വേണ്ട, വേറെ പ്ലേറ്റ് എടുത്തോ. ഉഫ്, ഇല്ല. അപ്പോ എന്താണ് പറഞ്ഞത്? ആ, മാതാവിന്റെ ഗർഭാശയം അല്ലെ? ശരിക്കും ഗർഭാശയത്തിൽ വെച്ച് നമ്മളെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അള്ളാഹു തആല രൂപപ്പെടുത്തുന്നുണ്ട് അല്ലെ? വല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ആ അർഹാം അല്ലെ, റഹീം, അത്രയും വല്ല കാരുണ്യം നമുക്ക് അവിടെ വെച്ചിട്ട് അള്ളാഹു താല നമുക്ക് കൈകാലുകൾ നൽകുന്നുണ്ട് അല്ലെ? കണ്ണുകൾ സൃഷ്ടിക്കുന്നുണ്ട്, തലച്ചോറ് തരുന്നുണ്ട്, ഹൃദയം തരുന്നുണ്ട്. അതായത് നമ്മളെ ശരീരത്തിലെ ആന്തരിക ബാഹ്യവുമായ ഒരു എല്ലാ അവയവങ്ങളും അവിടെ വെച്ചാണ് അള്ളാഹു താല എന്താക്കുന്നത്, രൂപപ്പെടുത്തുന്നത് അല്ലെ? അവിടെ ശരിക്കും ആ ഗർഭാശയത്തിൽ തലച്ചോറിന്റെ ആവശ്യമുണ്ടോ? കൈയിന്റെ ആവശ്യമുണ്ടോ? കാലിന്റെ ആവശ്യമുണ്ടോ? കണ്ണുകളുടെ ആവശ്യമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് അവിടെ ഈ പറഞ്ഞ അവയവങ്ങളൊന്നും അവിടെ ആവശ്യമില്ല അല്ലെ? പക്ഷെ എന്തിനാ അവിടെ വെച്ച് അതിനെ നമുക്ക് അള്ളാഹു താല തരുന്നത്? അത് നമ്മള് മാതാവിന്റെ ഗർഭാശയത്തിൽ ശരിക്കും ഒരു പൊക്കിൾ കൊടി മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ അല്ലെ? ബാക്കി അവയവങ്ങളുടെ ഒന്നും പ്രവർത്തനം അവിടെ നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതോടുകൂടി, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറന്തള്ളുന്നതോടുകൂടി നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾക്കെല്ലാം ആവശ്യക്കാരാണ് അല്ലെ? അവിടെ നമുക്ക് അതില്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഭയങ്കര പ്രശ്നല്ലേ? സുബ്ഹാനല്ലാ. അല്ലെ? കണ്ണില്ലെങ്കിൽ, കാലില്ലെങ്കിൽ, കൈയില്ലെങ്കിൽ, ആ കിഡ്നി ഇല്ലെങ്കിൽ, കരളില്ലെങ്കിൽ, ബ്രെയിൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മള് ദുനിയാവിലെ ജീവിതം? ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ? ഒന്ന് ആലോചിക്കുക. അവിടെ വെച്ച് നമുക്ക് അള്ളാഹു താല അതൊക്കെ തന്നു. സുബ്ഹാനല്ലാ. അതേപോലെയാണ് ഈ ഭൂമിയില് ഈ ഭൂമിയില് നമ്മൾ സൽക്കർമ്മങ്ങളില്ലേ? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സൽസ്വഭാവം, ദാനധർമ്മങ്ങള്, ഖുർആൻ പാരായണം, ഒരാളോട് കാണിക്കുന്ന ദയ, വിട്ടുവീഴ്ച, കാരുണ്യം, വിനയം, അനുകമ്പ, സ്നേഹം, ലാളന, ഇതെല്ലാം എന്താണ്? വൃത്തി, ശുദ്ധി, ഇങ്ങനെ 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 എല്ലാം എന്താ ഈ ദുനിയാവിലില്ലേ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവുന്നറിയോ? നമ്മള് ഇപ്പൊ നേരത്തെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ പുറന്തള്ളിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഭൂമി നമ്മളൊരു പുറന്തള്ളലുണ്ട് അല്ലെ? ഏഹ് ഒരു ഒരു ബർസഖിയായ ജീവിതം, അത് കഴിഞ്ഞൊരു പുനരുദ്ധാനം ഉണ്ട്, ഒരു മഹ്ശറ അല്ലെ? ഒരു ഒരു ഖിയാമത്ത്, ഒരു യൗമുൽ ഖിയാമ ഉണ്ട്, ഒരു ഒരു പരലോകം ഉണ്ട്, ഒരു ലോകം അല്ലെ? ആ ലോകത്ത് നമ്മൾ എന്താ വേണ്ടി വരും? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പെടേണ്ടി വരും. ഇതെല്ലാം അവിടത്തേക്കുള്ളതാണ്. നമ്മളെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു താല നിയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൃത്യമായി അള്ളാഹു സംവിധാനിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ളതാണ്. ഈ ഭൂമിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താക്കണം? നാളേക്ക് വേണ്ട സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ? നമ്മളെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ വായകൾ, നമ്മുടെ നാവ്, നമ്മുടെ വയറ് അല്ലെ? നമ്മളെല്ലാ ശരീരത്തിന്റെ അവയവങ്ങളും എന്താക്കണം? നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹ്ക്ക് ശുക്റുള്ളവരായി നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചാൽ നാളെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരൂല. ഇല്ലെങ്കിലോ ചിലപ്പോ കണ്ണില്ലാത്തവരായിട്ടിരിക്കും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടാം അല്ലെ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പറയുന്നില്ലേ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, എന്താണ്, യഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അന്ധന്മാരായ നിലയിലാണ് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പറയുന്നത്. അള്ളാഹിനെ ഓർമ്മിക്കാണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചാല് അള്ളാഹ് അറിയും, നീ എന്നെ മറന്ന് ജീവിച്ച്, അതുകൊണ്ട് ഞാനും നിന്നെ മറന്ന് അല്ലേ? ഏ നീ എന്നെ ഓർമ്മിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കും നിന്നെ ഓർമ്മയില്ല. നമ്മൾ അള്ളാഹിനെ ഓർമ്മിച്ചാലോ അള്ളാഹ് നമ്മളെ ഓർമ്മിക്കും. ഫദ്കുറൂനി അദ്കുർക്കും. സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. ഉം ഇപ്പൊ നമ്മള് ദുർബലരായിട്ടാണ് അള്ളാഹു താല നമ്മളെ ദുനിയാവിൽ സൃഷ്ടിച്ചത്. പക്ഷെ ആ ദുർബലതകളെ നമ്മള് എന്താണ് ഇങ്ങനെ അല്ലെ, മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? എല്ലാ തെറ്റും ചെയ്യും, എന്നിട്ട് ആയത്ത് ഓതും അല്ലെ. ഖുലിഖൽ ഇൻസാന ദഈഫാ, മനുഷ്യനെ അള്ളാഹ് ദുർബലനായിട്ടല്ലേ സൃഷ്ടിച്ചിന്, അങ്ങനെ മുത്തക്കിയൊന്നും ആകാൻ കഴിയില്ല, മനുഷ്യന്മാരാണല്ലേ, തെറ്റ് സംഭവിച്ചു പോകും, തെറ്റ് പറ്റിപ്പോകും, ആർക്കായാലും തെറ്റ്. ശരി തന്നെ, ശരി തന്നെ, തെറ്റ് പറ്റിപ്പോകും. തെറ്റ് പറ്റിപ്പോകാത്തവരായിട്ട് ആരും ഉണ്ടാകൂല. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. അല്ലേ? മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്, സാഹചര്യങ്ങളും ദൗർബല്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റ് പറ്റിപ്പോകും. പക്ഷേ എന്താക്കാൻ പാടില്ല? ആ തെറ്റിൽ തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കാൻ പാടില്ല. അത് വിശ്വാസിക്ക് യോജിച്ചതല്ല. ഒരു വിശ്വാസി അങ്ങനെയല്ല. ഒരു തെറ്റും ചെയ്യാത്തവനാണ് വിശ്വാസി എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടില്ല അല്ലെ. പക്ഷെ തെറ്റ് പറ്റിപ്പോയാൽ അള്ളാഹിനെ ഓർമ്മിക്കും, പൊറുക്കലിനെ തേടും, ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങും, ചെയ്തു പോയ തെറ്റുകൾക്ക് പകരമായി ഒരുപാട് നന്മകൾ ചെയ്യും. അവനാണ് വിശ്വാസി, അവനാണ് സ്വർഗാവകാശി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ ദൗർബല്യങ്ങൾ റബ്ബിനറിയാം. അതാണ് എന്താണ്, ഇന്നഹു ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, വാസിഉൽ മഗ്ഫിറ. വിശാലമായി പൊറുക്കാൻ അള്ളാഹ്ക്കറിയാം. അള്ളാഹ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടാണ്. അത് നമ്മൾ അറിയുന്നുണ്ടാ? അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമുക്ക് പരാതി തന്നെ അല്ലേ? പരാതിയും പരിഭവങ്ങളും തന്നെ. അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അടുത്ത പോയിന്റ് പറയുന്നത്, നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും ദുർബലത നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ അവസ്ഥകളെല്ലാം അള്ളാഹുവിനെ നന്നായി അറിയാം. അപ്പൊ നമുക്ക് കഴിവും ആര് തന്നിട്ടുണ്ട്? അള്ളാഹു തന്നിട്ടുണ്ട്. ജനിച്ചു വീഴുമ്പോ തന്നെ നമുക്ക് എന്താക്കാൻ കഴിയൂല? നടക്കാൻ കഴിയൂല അല്ലെ. പക്ഷെ നടക്കാനുള്ള കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട്. അതിന് നമ്മള് അല്ലെ, കുറച്ചൊരു പരിശ്രമം നമുക്ക് അവിടെ അത്യാവശ്യമാണ്. പെറ്റ ഉടനെ നമുക്ക് എണീച്ച് നടക്കാൻ കഴിയില്ല. എന്നാ കന്നുകാലികളുടെ മക്കളെ കണ്ടിട്ടില്ലേ അല്ലെ? ആടും പശുവൊക്കെ ഒന്ന് രണ്ട് തവണ ഒന്ന് എണീച്ചിരിക്കുമ്പോ ഇങ്ങനെ കാലൊന്നും കൊഴഞ്ഞു 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 പിന്നെ ഇങ്ങനെ എണീച്ച് പിന്നെ ഒരു ഓട്ടാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനുഷ്യന്മാർക്ക് അങ്ങനത്തെ കഴിവ് കൊടുത്തിട്ടില്ല അല്ലെ. കുറേ നാള് ഉമ്മാന്റെ മൽപ്പാലെ കുറിച്ച് ഇങ്ങനെ കയ്യില് ഒതുങ്ങി ഒതുങ്ങി ഇങ്ങനെ കഴിയാനാണ് കുറേ നാള്. എന്ന് പറഞ്ഞാല് കന്നുകാലികളെ പോലെയല്ല മനുഷ്യന്റെ ദൗത്യം എന്ന് പറയുന്നത്, വലിയതാണ് അല്ലെ. അതുകൊണ്ടാണ് അള്ളാഹു ആ രീതിയിൽ പാകപ്പെടുത്തി തരുന്നത് നമ്മളെ കയ്യും കാലിനും ഒക്കെ നല്ല സ്ട്രോങ് ആക്കിയിട്ട് തരാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം അള്ളാഹു താല നമ്മളെ കിടന്നിട്ടും മലന്നിട്ടും കമിഴ്ന്നിട്ടും മുട്ടുകുത്തിയിട്ടും എല്ലാം വെല്ല വെല്ല പിച്ച വെച്ച് പിന്നെ നല്ല സ്ട്രോങ് ആക്കിയിട്ട് ഓടാനും ചാടാനും എല്ലാത്തിനും ആ കഴിവുള്ള ആളുകളാക്കി നമ്മളെ മാറ്റി തരുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അള്ളാഹു കഴിവ് തന്നിട്ടുണ്ട്, എന്നാ ആ ദൗർബല്യം നമ്മളിലുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. അജ്സി വൽ കസ്ലി വൽ ബുഖ്ലി വൽ ഹരിം. അല്ലേ? അശക്തതയിൽ നിന്ന്, അലസതയിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആഫിയത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കാം. അപ്പൊ ഇതെല്ലാം റബ്ബിന് അറിയാം. എന്നാ അള്ളാഹു താല നമ്മളോട് പറയുന്നുണ്ട്, ഫലാ തുസക്കൂ അൻഫുസഹും അല്ലെ. എന്നാ നിങ്ങൾ നിങ്ങളെ സ്വന്തമായിട്ട് ഒരു ഇത് കൽപ്പിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ വലിയ ആളാക്കണ്ട അല്ലെ. അള്ളാഹു താല എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഹുവ അലമു ബിമനിത്തഖാ. നിങ്ങൾ ആരാണ് സൂക്ഷ്മത പാലിക്കുന്നത് എന്ന് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മൂടാനും അള്ളാഹുവിന്റെ പാപമോചനവും വിട്ടുവീഴ്ചയും നൽകാനും വേണ്ടിയാണ്. അതുപോലെ ഒരുപാട് നന്മകൾ ഇങ്ങനെ നമുക്ക് ചുറ്റിലും ഒരുപാട് നന്മകൾ കൊണ്ട് വലയം ചെയ്യാനും പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു താല ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച്
ഒരടിമ സദാസമയം തന്റെ റബ്ബിന്റെ പ്രീതി ഉദ്ദേശിക്കുന്നവനാണെങ്കിൽ, അതോടൊപ്പം അധിക സമയവും അള്ളാഹുവിനോട് അടുക്കാൻ ഉതകുന്ന പരിശ്രമങ്ങളിൽ നിരതരുമാണെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തു വേണം? അള്ളാഹു വിരോധിച്ച, അള്ളാഹുവിന്റെ കോപമുണ്ടാകുന്ന പാപങ്ങളിൽ നിന്ന് എന്താക്കണം? ഓടി അകലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലെ, റബ്ബിന്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിക്കാനും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പൂർണ്ണമായും ഏറ്റെടുക്കാനും വിരോധങ്ങളെ പൂർണ്ണമായും വെടിയാനും നമുക്ക് സാധിക്കണം. ഈ റജബ് മാസത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏറ്റവും നിർദ്ദേശിച്ച, റജബ് എന്നല്ല, പവിത്ര മാസങ്ങളിൽ നമ്മളോട് പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് എന്നാണ്. അപ്പം ദുൽമ്, അതിൽ നിന്ന് നമ്മൾ എന്താക്കുക? വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം അതാണ് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം. ലമം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വീഴ്ചകൾ. അതാണ് വലിയ തെറ്റുകളിൽ നിന്നും നീചവൃത്തികളിൽ നമ്മൾ എന്താക്കണം? വിട്ടു നിൽക്കണം. അങ്ങനെ ആകുമ്പോ മനുഷ്യ സഹജമായി സംഭവിച്ചേക്കാവുന്ന ചെറിയ ചെറിയ പിഴവുകൾ അള്ളാഹു എന്താക്കി തരും? പുറത്തു തരും. അള്ളാഹു ഔദാര്യം നൽകുന്നവനാണ്. അങ്ങേറ്റം അങ്ങേറ്റം പൊറുക്കുന്നവനാണ്. ഒരു മാതാവിന് തന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ സ്നേഹം നമ്മളെ റബ്ബിന് നമ്മളോടുണ്ട് എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മള് റബ്ബിലേക്ക് പാപമോചനം തേടുമ്പോ തീർച്ചയായും റബ്ബ് എന്താണ്? റബ്ബ് നമ്മളിലേക്ക് ഭയങ്കര അടുത്തുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അല്ലെ, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാന്നല്ലേ പറഞ്ഞേ? അള്ളാഹു ഏറെ സന്തോഷിക്കുന്നല്ലേ പറഞ്ഞേ? ഒരടിമ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിൽ ഖേദമുണ്ടായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോ ആ റബ്ബ് ഏറെ സന്തോഷിക്കും എന്ന് പറയുന്നുണ്ട്. ആ റബ്ബിന്റെ പ്രിയപ്പെട്ട, ഇഷ്ടപ്പെട്ട അടിയാന്മാരാകാനല്ലേ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, അള്ളാന്റെ പാപമോചനം എങ്ങാനും ഇല്ലെങ്കിൽ എല്ലാം നശിച്ച് നാമാവശേഷമായിട്ടുണ്ടാകൂലേ ഈ ദുനിയാവില്? അള്ളാഹ് ശിക്ഷിക്കാൻ മാത്രാണ് ഒരുങ്ങിയിട്ടുള്ളെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ ശിക്ഷിച്ച് ഒന്നും ഉണ്ടാവൂല അല്ലെ? ഒന്നും ഉണ്ടാവൂല ഈ ദുനിയാവില്. ഈ നാടും നഗരവും എല്ലാം നശിച്ചു പോയിട്ടുണ്ടാവൂലേ? അങ്ങേയറ്റത്തെ ഹലീമാണ് ആര്? അള്ളാഹുലേ. ഏറെ പൊറുക്കുന്നവനാണ്, ഗഫൂറാണ്, സ്വബ്ബാറാണ് അല്ലെ? അള്ളാഹിന്റെ ക്ഷമ, അള്ളാഹിന്റെ അഫു. നമ്മൾ റമളാനിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അതല്ലേ അല്ലെ? അല്ലാഹുമ്മ ഇന്നക അഫുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, വദൂദാണ് അല്ലെ? വദൂദ്. അള്ളാഹിന്റെ നാമങ്ങളിൽ ഏറ്റവും എന്താണ്? റബ്ബ് അങ്ങേറ്റം നമ്മളോട് വദുള്ളവനാണ്. ഇഷ്ടം, സ്നേഹം. അള്ളാന്റെ ആ സ്നേഹം, അള്ളാന്റെ കാരുണ്യം, ഇതെല്ലാം നമ്മൾ അറിയണം, അനുഭവിച്ചറിയണം, ആസ്വദിക്കാൻ കഴിയണം. അതിനാണ് അള്ളാഹു തആല നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ തരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഓരോന്നും ആസ്വദിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മള് സൂറത്തു ആലിമ്രാൻ എടുക്കേണ്ട ദിവസങ്ങളാണ് ഇതൊക്കെ. പിന്നെ ആലിമ്രാൻ കുറെ ആൾക്കാർക്ക് പഠിച്ചു തീരാനുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇൻഷാ അള്ളാഹ് എല്ലാരും പെട്ടെന്ന് പഠിച്ചു കഴിയുകയാണെങ്കിൽ വേഗം തന്നെ നമ്മൾ അടുത്ത പോർഷൻസ് എടുക്കും. കുറച്ച് ആൾക്കാർ നല്ല പിറകോട്ടായതുകൊണ്ട് എല്ലാവർക്കും പഠിച്ചെത്താൻ പറ്റാത്തതുകൊണ്ടും കുറച്ചൊരു ഇടവേള നൽകുന്നതാണ്. ഇൻഷാ അള്ളാഹ്. അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. പിന്നെ വേണമെങ്കിൽ ആലി ഇമ്രാനിന്റെ ഒരു റിവിഷൻ പോലെ തുടക്കം മുതൽ ഒന്നും കൂടി കുറച്ച് ഓടിച്ചു വിടാന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഇൻഷാ അള്ളാഹ്. നമുക്ക് ഖുർആൻ എടുത്താലല്ലേ ഇങ്ങനെ ഓരോ സൂറത്ത് നജ്മിന്റെ ഒരായത്ത ഞാൻ ഇന്ന് പറഞ്ഞ ഒരേ ഒരായത്ത്. സുബ്ഹാനല്ലാഹ്.
സുഹൃത്തു നജ്മക്ക് അത്ര തവണ നമ്മൾ ഓടിപ്പോയതാ. ഓതിപ്പോയെന്ന് പറയാൻ പറ്റില്ല അല്ലെ, ഓടിപ്പോയത് എന്ന് പറയേണ്ടി വരും. സുബ്ഹാനല്ലാ, പണ്ടൊക്കെ നമ്മൾ ഓട്ടായിരുന്നു അല്ലെ, ഖുർആനുമായിട്ട് ഒരു ഓട്ടായിരുന്നു. ഇങ്ങനെ ഓടലാന്ന്, ഓതലല്ല. ശരിക്കും ഓതൽ എന്ന് പറയുമ്പോണ്ടല്ലോ ആ ഒരു തർത്തീൽ, വറത്തിലിൽ ഖുർആന തർത്തീല, നിർത്തി നിർത്തി നിർത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം എന്ന് പറയുന്നത്. ഓരോ ഭാഗം എത്തുമ്പോലെ നിർത്തി അത് ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് അങ്ങനെയൊക്കെ ഓതാനുള്ള ഓരോ അവസ്ഥയിലേക്ക് അള്ളാഹ് നമ്മളെ എത്തിക്കട്ടെ അല്ലെ. ആമീൻ. ശരിക്കും ഇങ്ങനെ ക്ലാസ്സിലെടുക്കാന് ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങളുണ്ട്. പക്ഷെ ആൾക്കാർ എന്താ പറയാ ഖുറാനിൽ ഇങ്ങനെ ഒരു ആയത്തെടുത്താൽ മതി. ഖുറാനിൽ ഒരു ആയത്തെടുത്തിട്ട് നമുക്ക് എത്ര കാര്യങ്ങളുണ്ട് അറിയാനും പഠിക്കാനല്ല മനസ്സിലാക്കാനല്ല അല്ലെ, ഓരോ വിഷയങ്ങള്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം എല്ലാ നിലക്കും നമ്മൾ ഒരുങ്ങുക, കർമ്മങ്ങളെ നന്നാക്കുക, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഖത്മ തീർക്കാനുള്ള ഒരു വെപ്രാളം കാണിക്കണ്ട. ഇനി നമുക്ക് പതുക്കെ പോയാൽ മതി അല്ലെ. നമുക്ക് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കുമെന്നൊന്നും നമുക്ക് അറിയൂല അല്ലെ. ഈ മരിക്കുന്നതിലെടുക്ക് ഈ ഖുർആനിലെല്ലാം എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ. അള്ളാന്റെ കലാം എന്താന്ന് നമ്മളോട് സംസാരിക്കണം, അള്ളാഹ് എന്താ നമ്മളോട് സംസാരിച്ചത് അറിയാതെ പോകണ്ട അല്ലെ. അറിയാനും അറിഞ്ഞത് ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മരണം വരെ അത് നിലനിർത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നാളെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ആ ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ മുമ്പിൽ നിൽക്കുമ്പോ അല്ലെ നമ്മൾ ഓർമ്മിക്കണം, ഇന്നീ ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ അല്ലെ, ഞാൻ നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവളാണ് എന്ന വിചാരം നമുക്ക് ഉണ്ടാകണം ഓരോ സന്ദർഭത്തിലും ഓരോ നിമിഷത്തിലും. അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാല് നമ്മളെ രക്ഷപ്പെട്ട്, നമ്മളെ നാവിനെ നിയന്ത്രിക്കാൻ അല്ലെ, നമ്മളെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, നമ്മളെ ഹൃദയത്തെ, നമ്മളെ മനസ്സിനെ, നമ്മളെ ചിന്തകളെ, നമ്മളെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ അള്ളാഹുവിന് കീഴ്പ്പെട്ടതായിട്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് നമുക്ക് അല്ലെ, വമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ പഠിച്ച ആയത്തല്ലേ, നമ്മൾ എത്ര കേട്ടതാ അല്ലെ, എത്ര വിശദീകരണം കേട്ടതാ ഈ ആയത്തിന്റെ. വമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ. ആരല്ലാക്ക് അല്ലെ മുഹ്സിനായ നിലയിൽ നമ്മളെ മുഖത്തെ അള്ളാഹുവിന് കീഴൊതുക്കാൻ ഒരു മുസ്ലിം ആകാൻ നമുക്ക് സാധിച്ചാൽ ലഹു അജ്റുഹു ഇൻദ റബ്ബിഹി. ഞാൻ ഓതിയതിൽ എന്തോ തെറ്റുണ്ടോ നസീറ? അവന് അള്ളാന്റെ അടുത്ത് പ്രതിഫലമുണ്ട് അല്ലെ, അള്ളാന്റെ അടുത്താന്നുള്ളത്. ഇൻദഹു. സുബ്ഹാനല്ലാഹ്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മുസ്ലിം ആയാൽ എന്താവേണ്ടതില്ല? ഖൗഫില്ല, ഹുസ്നില്ല. ഖൗഫില്ല, ഹുസ്നില്ല. സുബ്ഹാനല്ലാഹ്. ഭയം, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ആരെയാ ഭയപ്പെടുന്നല്ലേ? ഹുസ്ന്. നമുക്കതുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്തായിട്ടില്ല? മുഹ്സിനായ നിലയില് മുസ്ലിം ആയിട്ടില്ല. നമ്മളെ പേര് അസീന അല്ലെ, നസീറ, ഫാത്തിമ, സുമയ്യ, ഇങ്ങനെ കുറെ പേര് നമ്മള് മുസ്ലിം. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ മുഹ്സിനായ നിലയിൽ. മുഹ്സിൻ എന്താ? ഇഹ്സാൻ എന്താ? അള്ളാന്റെ മുമ്പിലാണ് നമ്മളുള്ളത്, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ അള്ളാഹ് ഉണ്ട് എന്നുള്ള ആ ചിന്തയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയണം അല്ലെ. അള്ളാഹുവിന്റെ അങ്ങേയറ്റം പ്രിയപ്പെട്ട അവന്റെ അടിയാറുകളായി തീരാൻ അള്ളാഹു നമ്മളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുസ്ലിമാൻ അല്ലെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ടും അള്ളാഹ് അനുസരണം അല്ലെ. ആ മുസ്ലിം ആകാന്ന് പറയുമ്പോ അങ്ങേയറ്റത്തെ അനുസരണം റബ്ബിന് കൊടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر لي ولوالدي وللمؤمنين والمؤمنات
والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.